പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായ ഇന്ന് പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന ടോപ്പിക്കുകൾ ട്രാൻസ്ലേഷൻ, ജീൻ റെഗുലേഷൻ, ഓപ്രോൺ കൺസെപ്റ്റ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്നിവയെക്കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. The first topic we are going to discuss about is translation, which is the third major phase of central dogma. Translation is the process by which a protein is synthesized from the information contained in the messenger RNA or mRNA. A translational unit in mRNA is the sequence of RNA that is flanked by the start codon, that is AUG, and the stop codon that codes for a polypeptide. The amino acids, which are the building blocks of protein, are joined by peptide bonds and undergo polymerization to form a polypeptide chain or protein. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തർജ്ജിമയെക്കുറിച്ചാണ്, അഥവാ ട്രാൻസ്ലേഷൻ. mRNAയിലെ ജനിതക വിവരങ്ങളെ തർജ്ജിമ ചെയ്ത് മാംസ്യം നിർമ്മിക്കുന്ന പ്രക്രിയയാണിത്. mRNAയിലെ തർജ്ജിമ ഘടകം സ്റ്റാർട്ട് കോഡോണിൽ തുടങ്ങി സ്റ്റോപ്പ് കോഡോണിൽ അവസാനിക്കുന്നു. അമിനോ അമ്ലങ്ങൾ പെപ്റ്റൈഡ് ബന്ധങ്ങളാൽ കൂട്ടിച്ചേർത്ത് പോളിമറൈസേഷനിലൂടെ മാംസ്യം അഥവാ പ്രോട്ടീനായി മാറുന്നു. ആ ചിത്രം കാണുക. സെൻട്രൽ ഡോഗ്മയിലെ 3 വ്യത്യസ്ത ഫേസുകളായ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഇവയെക്കുറിച്ചാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ട്രാൻസ്ലേഷനെ കുറിച്ചാണ്. ഇവിടെ ഒരു മെസഞ്ചർ RNAയിലെ ജനിതക വിവരങ്ങളെ തർജ്ജിമ ചെയ്ത് പ്രോട്ടീൻ തന്മാത്രയായി മാറ്റുന്നു. ഇത് നടക്കുന്നത് റൈബോസോമിലാണ്. Now we can discuss about the types of RNA which are involved in translation process. തർജ്ജിമ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന RNAകളെക്കുറിച്ചും അവയുടെ ധർമ്മത്തിനെക്കുറിച്ചും നമുക്കിനി പഠിക്കാം. ആ ടേബിൾ ശ്രദ്ധിക്കുക. Types of RNA which are involved in the process of translation. 1. mRNA or messenger RNA. It acts as template for translation. That means protein synthesis. 2. rRNA or ribosomal RNA. It has catalytic function during translation. That is the stitching together of amino acids to make a protein molecule. 23S ribosomal RNA in bacteria act as ribozyme. The third RNA is tRNA, which is known as transfer RNA or soluble RNA or sRNA. tRNA brings amino acids for protein synthesis and reads the genetic code. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ ടൈപ്പ് RNAകളും അവയുടെ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സിലെ ധർമ്മത്തിനെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇത് അറിഞ്ഞുകൊണ്ട് വേണം നമുക്കിനി ട്രാൻസ്ലേഷൻ അഥവാ തർജ്ജിമ പ്രക്രിയയിലേക്ക് കടക്കാനായി. tRNA, the adapter molecule. Francis Crick postulated the presence of an adapter molecule or tRNA or soluble RNA that could read the code at the same time would bind to specific amino acids. ഫ്രാൻസിസ് ക്രിക്കിൻ്റെ അഭിപ്രായത്തിൽ മെസഞ്ചർ RNAയിലെ കോഡുകളെ മനസ്സിലാക്കുന്നതും അതിനനുസരിച്ചിട്ടുള്ള അമിനോ അമ്ലങ്ങളെ എത്തിക്കുന്നതും അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയുന്ന tRNA ആണ്. ഇത് ഒരു സോലിബിൾ RNA ആണ്. അതുകൊണ്ട് ഇതിനെ sRNA എന്ന് പറയുന്നു. tRNA is called adapter molecule because it has the following parts. 1. An anticodon loop that has bases complementary to the codon in messenger RNA. 2. An amino acid acceptor end to which amino acid binds. tRNAയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി ഇതിന് ഒരു ആൻറ്റികോഡോൺ ലൂപ്പ് ഉണ്ട്. ഇതാണ് മെസഞ്ചർ RNAയിലെ കോഡോണിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. 2. ആൻ അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡ്. ഇവിടെയാണ് മെസഞ്ചർ RNAയിലെ കോഡോണുകൾക്ക് അനുസൃതമായിട്ടുള്ള അമിനോ ആസിഡുകൾ ബൈൻഡ് ചെയ്യുന്നത്. ഇതിനെ കൂടാതെ ഒരു tRNAയിൽ റൈബോസോം ബൈൻഡിംഗ് ലൂപ്പും
എൻസൈം ബൈൻഡിംഗ് ലൂപ്പും കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. പ്രധാനമായും ടിആർഎൻഎയുടെ ആൻറ്റികോഡോൺ ലൂപ്പും അമിനോ ആസിഡ് അക്സെപ്റ്റർ എൻഡിനെക്കുറിച്ചുമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആ ചിത്രം കാണുക. അവിടെ ടിആർഎൻഎയുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. മെസഞ്ചർ ആർഎൻഎയിലെ കോഡോണുകളും അതിന് കോംപ്ലിമെൻ്ററിയായി ടിആർഎൻഎയിൽ കാണുന്ന ആൻറ്റികോഡോണും നിങ്ങൾക്കവിടെ കാണാം. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ടിആർഎൻഎയുടെ 2 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. ഇതിനെ ക്ലോവർ ലീഫ് മോഡൽ എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ടിആർഎൻഎ കാണുന്നത് 3 ഡയമെൻഷണൽ വ്യൂ ആയ ഇൻവേർട്ടഡ് എല്ലിൻ്റെ ഷേപ്പിലാണ്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ, അതായത് തർജിമ പ്രക്രിയ. ട്രാൻസ്ലേഷൻ ടേക്സ് പ്ലേസ് ഇൻ റൈബോസോം. Translation includes 4 steps. First step is charging of tRNA. Charging of tRNA means the amino acylation of tRNA. The formation of peptide bond needs energy in the form of ATP. So, activated amino acids, that is amino acids plus ATP, linked to their corresponding tRNA in the amino acid binding loop in the presence of an enzyme called amino acyl tRNA synthase, that will result in the formation of charged tRNA or amino acyl tRNA. ആ ഇക്വേഷൻ ശ്രദ്ധിക്കുക. amino acid plus ATP, amino acyl AMP and inorganic diphosphate. Amino acyl AMP plus tRNA, we get charged tRNA or amino acyl tRNA. This reaction is catalyzed by amino acyl tRNA synthase enzyme. tRNAയുടെ ഉത്തേജനത്തിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ട്രാൻസ്ലേഷൻ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ടിആർഎൻഎയുടെ ഉത്തേജനം. ടിആർഎൻഎയുടെ അമിനോ ആസിഡ് ബന്ധനം അഥവാ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷന് ഊർജം അത്യാവശ്യമാണ്. ATP ബന്ധനത്തിലൂടെ ഉത്തേജിക്കപ്പെട്ട അമിനോ അമ്ലങ്ങൾ ടിആർഎൻഎയിൽ ബന്ധിക്കുമ്പോൾ ആ ടിആർഎൻഎ ഉത്തേജിപ്പിക്കപ്പെട്ട ടിആർഎൻഎ ആയി മാറുന്നു. ഈ പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന എൻസൈമാണ് അമിനോ അസൈൽ ടിആർഎൻഎ സിന്തേസ്. ഇങ്ങനെ ഉത്തേജിക്കപ്പെട്ട 2 ടിആർഎൻഎകൾ അടുത്തു വരുമ്പോൾ ഊർജത്തിൻ്റെ സഹായത്തോടു കൂടി ഇവയിലെ 2 അമിനോ അമ്ലങ്ങൾ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ അഥവാ പെപ്റ്റൈഡ് ബന്ധനം നടക്കുന്നു. ഇക്വേഷൻ കാണുക. The second step of translation is initiation അഥവാ പ്രാരംഭഘട്ടം. It begins at the 5' end of messenger RNA in the presence of an initiation factor. പ്രാരംഭഘട്ടം ഒരു mRNAയിലെ 5' അഗ്രത്തിൽ പ്രാരംഭ ഘടകം അഥവാ ഇനിഷ്യേഷൻ ഫാക്ടറിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. During initiation, messenger RNA, transfer RNA and ribosomes come together. ഇനിഷ്യേഷൻ അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിൽ മെസഞ്ചർ ആർഎൻഎയും ടിആർഎൻഎയും കോശാംഗങ്ങളായ റൈബോസോമുകളും ഒരുമിച്ച് വരുന്നു. The cellular factory responsible for synthesizing protein is the ribosome. മാംസസംശ്ലേഷണം നടത്തുന്ന സെല്ലുലാർ ഫാക്ടറി ആണ് കോശാംഗങ്ങളായ റൈബോസോമുകൾ. The ribosome consists of structural RNAs, which are called ribosomal RNAs, and 80 different types of proteins. ഒരു റൈബോസോമിൽ ഘടനാ തന്മാത്രകളായ RNAകൾക്ക് ഒപ്പം തന്നെ 80ഓളം വരുന്ന വ്യത്യസ്ത പ്രോട്ടീനുകളും കാണുന്നു. In its inactive state, ribosome exists as
two separate subunits, a large subunit and a small subunit. റൈബോസോമിന് രണ്ട് ഉപഘടകങ്ങളുണ്ട്. ഒരു വലിയ ഉപഘടകവും ഒരു ചെറിയ ഉപഘടകവും. സാധാരണഗതിയിൽ പ്രവർത്തനസജ്ജമാകാത്ത റൈബോസോമുകളിൽ ഈ രണ്ട് ഘടകങ്ങളും വേറെ വേറെയായാണ് കാണുന്നത്. The initiation complex formed for the ribosomal subunits mRNA, methionine tRNA, which is the initiator tRNA, and initiation factors. The mRNA binds to the small subunit of ribosome. Now the large subunit binds to the small subunit to complete the initiation complex. അതായത് എപ്പോഴാണോ റൈബോസോമിൻ്റെ ചെറിയ ഉപഘടകം മെസഞ്ചർ RNAയുമായി ബന്ധിക്കപ്പെടുന്നത് അപ്പോൾ മാംസ്യ സംശ്ലേഷണത്തിന് പ്രാരംഭം ആകുന്നു. ഈ സമയത്ത് വലിയ ഉപഘടകം റൈബോസോമിൻ്റെ ചെറിയ ഉപഘടകത്തിൽ ബന്ധിക്കപ്പെട്ട് ഇനിഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഈ ഇനിഷ്യേഷൻ കോംപ്ലക്സിലേക്കാണ് അമിനോ ആസിഡുകളെ വഹിക്കുന്ന അമിനോ അസൈൽ tRNAകൾ എത്തിച്ചേരുന്നത്. The large subunit of ribosomes has two binding sites for tRNA. One amino acyl tRNA binding site or A site. Two peptidyl site or P site. tRNAയുടെ ബന്ധനങ്ങൾക്കായി റൈബോസോമിൻ്റെ വലിയ ഉപഘടകത്തിൽ രണ്ട് സ്ഥലങ്ങൾ ഉണ്ട്. ഒന്ന് അമിനോ അസൈൽ tRNA ബൈൻഡിംഗ് സൈറ്റ് എന്ന് പറയുന്ന എ സൈറ്റും പെപ്റ്റിഡൈൽ സൈറ്റായ പി സൈറ്റും. ദ ഇനിഷ്യേഷൻ കോഡോൺ ഈസ് AUG. സോ methionine tRNA, which is the initiator tRNA, binds to the P site of large subunit of ribosome. So protein synthesis starts. പ്രാരംഭ കോഡോണായ AUGയുടെ ആൻറ്റികോഡോൺ വഹിക്കുന്ന tRNAയാണ് ഇനിഷ്യേറ്റർ tRNA. ഈ ഇനിഷ്യേഷൻ tRNA ലാർജ് സബ്യൂണിറ്റിൻ്റെ പി സൈറ്റിൽ ബന്ധിക്കപ്പെടുന്നു. ഇതോടുകൂടി മാംസ്യ സംശ്ലേഷണം ആരംഭിക്കുന്നു. ആ ചിത്രം കാണുക. അവിടെ എന്താണ് ഇനിഷ്യേഷൻ കോംപ്ലക്സ് എന്നും ഒരു ഇനിഷ്യേഷൻ കോംപ്ലക്സ് എങ്ങനെ ഫോം ചെയ്യുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ മെസഞ്ചർ RNAയും ഇതിനെ ബൈൻഡ് ചെയ്യുന്ന റൈബോസോമിൻ്റെ സ്മോൾ ലാർജ് സബ്യൂണിറ്റുകളും ലാർജ് സബ്യൂണിറ്റിൻ്റെ പി സൈറ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇനിഷ്യേറ്റർ tRNA ആയ മെത്തിയോണൈൽ tRNAയും നിങ്ങൾക്ക് കാണാം. The third step is elongation. The ribosome proceeds to the second codon in messenger RNA. Corresponding amino acyl tRNA with an appropriate amino acid based on the second codon in mRNA enters the ribosome and attaches to a site. Now, the anticodon of tRNA binds to the second codon on the mRNA and a peptide bond is formed between first and second amino acids in the presence of an enzyme, peptidyl transferase. The initiation tRNA is removed from the P site and the second tRNA at the A site is pulled to P site along with the mRNA. This is called translocation. The functional ribosome moves from codon to codon along the mRNA. Amino acids are subsequently added one by one, which are polymerizes into a polypeptide or protein. Elongation അഥവാ ദീർഘീകരണ ഘട്ടത്തിൽ റൈബോസോം അടുത്ത കോഡോണിലേക്ക് നീങ്ങുന്നു. ആ കോഡോണിന് അനുസൃതമായ അമിനോ അസൈൽ tRNA
റൈബോസോമിൻ്റെ വലിയ ഘടകത്തിലെ എ സൈറ്റിൽ ബന്ധിക്കപ്പെടുന്നു. tRNAയുടെ ആൻറ്റികോഡോൺ mRNAയിലെ സെക്കൻഡ് കോഡോണിൽ ബൈൻഡ് ചെയ്യുന്നു. 2 ചാർജ്ഡ് tRNAകൾ അടുത്തു വരുന്നതോടുകൂടി ആദ്യ അമിനോ ആസിഡും രണ്ടാമത്തെ അമിനോ ആസിഡിനും ഇടയിൽ പെപ്റ്റൈഡ് ബന്ധനം നടക്കുന്നു. ഇതിന് സഹായിക്കുന്ന രാസാഗ്നിയാണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. തുടർന്ന് പി സൈറ്റിൽ ബന്ധിപ്പിക്കപ്പെട്ട ഇനിഷ്യേഷൻ tRNA മാറ്റപ്പെടുന്നു. എ സൈറ്റിൽ ബന്ധിക്കപ്പെട്ട രണ്ടാമത്തെ അമിനോ അസൈൽ tRNA RNAയോടൊപ്പം പി സൈറ്റിലേക്ക് വലിക്കപ്പെടുന്നു. ഇതാണ് സ്ഥാനാന്തരണം. ഇങ്ങനെ റൈബോസോം mRNAയിലെ ഒരു കോഡോണിൽ നിന്നും അടുത്ത കോഡോണിലേക്ക് ചലിക്കുന്നതനുസരിച്ച് അമിനോ അമ്ലങ്ങൾ ഓരോന്നായി കൃത്യമായി ബന്ധിക്കപ്പെട്ട് ഒരു പോളിപെപ്റ്റൈഡ് അഥവാ പ്രോട്ടീനായി മാറുന്നു. ആ ചിത്രം കാണുക. ആ ചിത്രത്തിൽ പ്രവർത്തനനിരതമായ റൈബോസോം RNAയിൽ കോഡോൺ ടു കോഡോണായി നീങ്ങുന്നതും അതിനനുസരിച്ച് അമിനോ അസൈൽ tRNAകൾ എ സൈറ്റിൽ വന്ന് പി സൈറ്റിലേക്ക് പുള്ള് ചെയ്യപ്പെട്ട് അതിലെ അമിനോ ആമ്ലങ്ങൾക്കിടയിൽ പെപ്റ്റൈഡ് ബോണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രോട്ടീൻ തന്മാത്ര ആയി മാറുന്നത് കാണാം. A little information regarding untranslated regions in messenger RNA, which is known as UTRS. An mRNA has some additional sequence that are not translated and are referred as untranslated regions or UTRS. The UTRS are present at both 5' end, that means before start codon, and the 3' end, that means after the stop codon. These are required for efficient translation process. mRNAയിൽ കാണുന്ന അഡീഷണൽ സീക്വൻസുകളാണ് UTRS അഥവാ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. ഇവ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഒരു mRNAയുടെ 5' എൻഡിൽ സ്റ്റാർട്ട് കോഡോണിന് മുമ്പായും 3' എൻഡിൽ സ്റ്റോപ്പ് കോഡോണിന് ശേഷവും ഇവ കാണുന്നു. തർജിമ മികച്ച രീതിയിലാക്കാൻ അല്ലെങ്കിൽ മികവുറ്റതാക്കാൻ UTRS സഹായിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. The last step is termination. Termination is the last step of translation process. A release factor binds to the stop codon, terminating translation, which releases the complete polypeptide from ribosome. ട്രാൻസ്ലേഷൻ്റെ തർജ്ജിമയുടെ അന്ത്യഘട്ടമായ ടെർമിനേഷൻ. ഒരു റിലീസ് ഫാക്ടർ സ്റ്റോപ്പ് കോഡോണിനെ ബൈൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ലേഷൻ പ്രക്രിയയ്ക്ക് അന്ത്യമാകുന്നു. ഈ റിലീസ് ഫാക്ടർ പൂർണ്ണമായ പോളിപെപ്റ്റൈഡിനെ അല്ലെങ്കിൽ പ്രോട്ടീൻ തന്മാത്രയെ റൈബോസോമിൽ നിന്നും സ്വതന്ത്രമാക്കുന്നതോടുകൂടി തർജ്ജിമ പ്രക്രിയ അവസാനിക്കുന്നു. The next topic is regulation of gene expression. In eukaryotes, the regulation of gene expression occur in 4 different levels. 1. Transcriptional level, that is during the formation of primary transcript. 2. Processing level, that is during splicing. Regulation also occur during the transport of mRNA from nucleus to the cytoplasm. And the last level of regulation is translational level during protein synthesis. ജീൻ ആവിഷ്കരണത്തിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 4 തലങ്ങളിലായിട്ടാണ് ജീൻ ആവിഷ്കരണത്തിൻ്റെ നിയന്ത്രണം യൂക്കാരിയോട്സിൽ നടക്കുന്നത്. 1. അനുലേഖന തലം. 2. സംപ്രാപ്തി തലത്തിലെ ഛേദ നിയന്ത്രണം. അടുത്ത നിയന്ത്രണം നടക്കുന്നത് കോശമർമ്മത്തിൽ നിന്നും കോശദ്രവത്തിലേക്കുള്ള mRNAയുടെ സംവഹന സമയത്താണ്. അവസാനമായി തർജ്ജമ തലത്തിലും റെഗുലേഷൻ അഥവാ നിയന്ത്രണം നടക്കുന്നു. The prokaryotic gene regulation
In prokaryotes, transcriptional initiation is the predominant site for control of gene expression. പ്രോകാരിയോട്സിൽ പ്രാരംഭ അണുലേഖന ഘട്ടത്തിലാണ് ജീനുകളുടെ നിയന്ത്രണം നടക്കുന്നത്. എങ്ങനെയെന്നാൽ, ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, ദ ആക്ടിവിറ്റി ഓഫ് RNA polymerase at a promoter is in turn regulated by the interaction with the regulatory proteins produced by regulatory genes. അതായത് DNA-യുടെ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറേസിനെ റെഗുലേറ്റർ ജീൻ ഉൽപ്പാദിപ്പിക്കുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് ആയ റിപ്രസർ പ്രോട്ടീനുകൾ പോസിറ്റീവായോ നെഗറ്റീവായോ നിയന്ത്രിക്കുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്ക്, ദ ഓപ്പറോൺ കൺസെപ്റ്റ്. ദ ഓപ്പറോൺ കൺസെപ്റ്റ്. ഓപ്പറോൺ ഈസ് എ സെറ്റ് ഓഫ് ജീൻസ് that control a metabolic reaction in prokaryotes. പ്രോകാരിയോട്സിൽ ഒരു ഉപാപചയ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്ന ഒരു സെറ്റ് ജീനുകളെയാണ് ഓപ്പറോൺ എന്ന് പറയുന്നത്. These are few examples for operon. Lac operon or lactose operon, a set of genes that regulate lactose metabolism or the breakdown of lactose. Trip operon or tryptophan operon, these are a set of genes that control tryptophan metabolism. Arabinose operon or ARA operon. ARA operon regulate arabinose metabolism. Histidine operon or HIS operon, a set of genes that regulate histidine metabolism. Valine operon or Val operon that regulate valine metabolism. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ലാക് ഓപ്പറോണിനെ കുറിച്ചാണ്. പ്രോകാരിയോട്സിൽ കാണുന്ന ലാക്ടോസ് മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ജീനുകൾ ഉൾപ്പെടുന്ന ഓപ്പറോൺ ആണ് ലാക്ടോസ് ഓപ്പറോൺ ഓർ ലാക് ഓപ്പറോൺ. സോ ലാക് ഓപ്പറോൺ ഇൻ E. coli. Lac operon is a set of genes that control lactose metabolism. These lac operon genes, through transcription and translation, produce an enzyme called beta galactosidase, which convert or break down lactose molecules to glucose and galactose. The lac operon was proposed by Francois Jacob and Jack Monod. Lac refers to lactose, which is the inducer for lactose metabolism. See the table. These are the major components of lac operon. Lac operon is a set of 3 genes. The genes are regulatory gene or inhibitor gene, which is represented by small I, structural genes, and an operator gene. Regulatory gene or inhibitor gene, which is represented by small I, function is it codes a repressor protein that blocks the operator gene and switches off transcription. The 3 structural genes are Z gene, Y gene, and A gene. Z gene codes for the major enzyme of lactose metabolism, beta galactosidase. Beta galactosidase break down lactose to galactose and glucose. This conversion of lactose into glucose and galactose with the help of an enzyme beta galactosidase is the lactose metabolism. Y gene. Y gene codes an enzyme called permease. It increases the permeability of E. coli cell to beta galactosides, that is lactose. The third structural gene is A gene, which codes an enzyme called transacetylase. The third gene in lac operon is an operator region, which is called operator gene. A negative regulatory site bound by lac repressor protein or inhibitor protein. In the absence of repressor protein,
the operator region allow the movement of RNA polymerase, and so the RNA polymerase can transcribe structural genes Z, Y, A to the corresponding lac mRNA. Now we can learn about the lac operon in E. coli and how it regulates lactose metabolism. Consider if E. coli grown in a medium without lactose and with lactose. Since lactose is the inducer and substrate for lactose metabolism, it is very necessary for this operon. In the first case, E. coli grown in a medium without lactose. Observe the diagram. There you can see the transcription unit in E. coli and try to locate the positions of promoter, regulator, operator and structural genes Z, Y and A. If there is no lactose in the growing medium of E. coli, lac operon remains switched off because the regulator gene produces a regulator mRNA or repressor mRNA through transcription, which is translated to repressor protein. This repressor protein acts as inhibitor that negatively regulate lac operon through binding with the operator gene. This prevents the free movement of RNA polymerases, so it cannot transcribe the structural genes Z, Y and A. So the structural genes are silenced and the lac operon will switch off. So the main point to remember is if there is no lactose or inducer in the medium, the functional repressor protein will bind to the operator gene and stops the further transcription of structural genes and the production of lac mRNA. അതായത് ഈ കോളൈ ലാക്ടോസ് ഇല്ലാത്ത മീഡിയത്തിൽ വളരുന്നു എന്ന് വിചാരിക്കുക. ചിത്രം ശ്രദ്ധിക്കുക. പ്രേരക ഘടകം ആയ ലാക്ടോസ് അഥവാ ഇൻഡ്യൂസർ ഇല്ലാത്ത സാഹചര്യത്തിൽ റെഗുലേറ്റർ ജീൻ അണിലേഖനം ചെയ്യുന്ന നിരോധക mRNA ട്രാൻസ്ലേഷനിലൂടെ നിരോധക ഘടകമായ ഇൻഹിബിറ്റർ പ്രോട്ടീൻ അല്ലെങ്കിൽ റിപ്രസർ പ്രോട്ടീനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ നിരോധക ഘടകം ഓപ്പറേറ്റർ ജീനിനെ അല്ലെങ്കിൽ പ്രവർത്തന ജീനിനെ ബൈൻഡ് ചെയ്യുന്നു. ഇത് RNA പോളിമറേസിൻ്റെ സ്വതന്ത്ര ചലനത്തെ തടസ്സപ്പെടുത്തുന്നു. ഇങ്ങനെ ഘടനാജീനുകളായ Z, Y, A ജീനുകൾ അണിലേഖനം ചെയ്യപ്പെടുന്നില്ല. ലാക് ഓപ്പറോൺ നിലയ്ക്കുന്നു. ഇതാണ് നെഗറ്റീവ് റെഗുലേഷൻ. If E. coli grown in a medium with lactose or inducer, see the diagram, the lactose in the growing medium transported to the E. coli cell with the help of permease enzyme. Inside the E. coli cell, the lactose is converted to allolactose, which binds to the repressor protein. This results in the structural or conformatory changes of repressor protein. So, repressor protein cannot bind to the operator gene. Now the operator gene is free, so RNA polymerase can move freely through the operator gene and reaches the structural genes. These structural genes Z, Y and A are transcribed to lac mRNA, and this lac mRNA is further translated to beta galactosidase, permease and transacetylase. The major enzyme beta galactosidase breaks the lactose molecule into glucose and galactose. This is the lactose metabolism. രണ്ടാമത്തെ ഘട്ടത്തിൽ E. coli ലാക്ടോസ് ഉള്ള മീഡിയത്തിൽ വളരുന്നു എന്ന് വിചാരിക്കുക. ചിത്രം കാണുക. പ്രേരക ഘടകമായ ലാക്ടോസിൻ്റെ സാന്നിധ്യത്തിൽ റെഗുലേറ്ററി ജീൻ അണിലേഖനം ചെയ്യുന്ന നിരോധന mRNA ഉൽപ്പാദിപ്പിക്കുന്ന നിരോധക ഘടകത്തിനെ പെർമിയസ് എൻസൈമിൻ്റെ സഹായത്താൽ E. coli കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ലാക്ടോസ് അല്ലോലാക്ടോസായി മാറുകയും ഈ അല്ലോലാക്ടോസ് റിപ്രസർ പ്രോട്ടീനെ അല്ലെങ്കിൽ നിരോധക ഘടകത്തിനെ ബൈൻഡ് ചെയ്ത് നിർജ്ജീവമാക്കുന്നു. ഇതാണ് പോസിറ്റീവ് റെഗുലേഷൻ. അതിനാൽ പ്രവർത്തന ജീൻ സ്വതന്ത്രമാവുകയും RNA പോളിമറൈസ് ഇതിലൂടെ സ്വതന്ത്രമായി ചലിച്ച് സ്ട്രക്ചറൽ ജീനുകളിൽ എത്തുകയും ചെയ്യുന്നു. ഈ ഘടനാജീനുകളായ Z, Y, A ജീനുകളെ അണിലേഖനം ചെയ്ത് ലാക് mRNA ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ലാക് mRNA തുടർച്ചയായി തർജ്ജമ ചെയ്യപ്പെട്ട് ബീറ്റ ഗാലക്ടോസൈഡേസ്, പെർമിയേസ്, ട്രാൻസ്അസറ്റൈലേസ് എന്നിവ യഥാക്രമം ഉണ്ടാകുന്നു. ഇതിൽ പ്രധാന രാസാഗ്നിയായ ബീറ്റ ഗാലക്ടോസൈഡേസ് ആണ് ലാക്ടോസിനെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസും ഉണ്ടാക്കുന്നത്. ഇതാണ് ലാക്ടോസ് മെറ്റബോളിസം. അടുത്ത മെയിൻ ടോപ്പിക്കാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അഥവാ മനുഷ്യ ജീനോമിൻ്റെ പ്രോജക്റ്റ്.
The concept Human Genome Project was introduced in the year 1990. It was a mega project for the sequencing of nucleotides and mapping of all genes in human genome. This project was a 13-year-long project coordinated by US Department of Energy and National Institute of Health. We know that the total number of base pairs in human genome is about 3 into 10 raised to 9. For the sequencing of all these genes in human genome, a lot of data will be generated, and these data are need to store in high-speed computers for retrieval and analysis. Human Genome Project was closely associated with the rapid development of a new area in biology called bioinformatics. US Department of Energy and National Institute of Healthന്റെ ആഭിമുഖ്യത്തിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് 1990 വർഷത്തിൽ ആരംഭിക്കുകയും തുടർച്ചയായ 13 വർഷം ഇത് തുടരുകയും ചെയ്തു. മനുഷ്യൻ്റെ ജീനോമിലെ ബേസ് പെയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 into 10 raised to 9 ആണെന്ന് നമുക്കറിയാം. മനുഷ്യ ജീനോമിൻ്റെ സീക്വൻസിങ്ങിനായി വേണ്ടിവരുന്ന ഡാറ്റ വളരെ അധികമായതിനാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ മാത്രമേ നമുക്ക് ഇവയെ സ്റ്റോർ ചെയ്യാനും അതുപോലെ ഫ്യൂച്ചർ അനാലിസിസിന് പ്രയോജനപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ആവിർഭാവത്തോടുകൂടി ബയോളജിയിൽ ഒരു പുതിയ ബ്രാഞ്ച് തന്നെ ഉടലെടുത്തു. ഇതിൻ്റെ പേരാണ് ബയോ ഇൻഫർമാറ്റിക്സ്. The goals of Human Genome Project. The major goals of Human Genome Project are the following. Identify all genes in human DNA. Determine the sequence of the 3 billion base pairs. Store this information in databases. Improve the tools for data analysis. Transfer related technologies to other sectors such as industries. Address the ethical, legal and social issues ELSI that may arise from the project. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശ്രദ്ധയോടുകൂടി പഠിച്ചു വയ്ക്കുക. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് തുടരുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ജീനോമിലെ എല്ലാ ജീനുകളെക്കുറിച്ചും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ തന്നെ നോൺ ഹ്യൂമൻ മോഡൽസ് ആയ ബാക്ടീരിയ, ഈസ്റ്റ്, സീനോറാബ്ഡൈറ്റിസ് എലിഗൻസ്, ഡ്രോസോഫില, ചില പ്ലാന്റ്സുകളായ റൈസ്, അറബിഡോപ്സിസ് ഇവയെയും പഠനവിധേയമാക്കിയിട്ടുണ്ട്. Methodologies used in Human Genome Project. There are two major approaches in Human Genome Project. One, expressed sequence tags or ESTS. It is focused on identifying all the genes that are expressed as RNA. Two, sequence annotation. It is the sequencing of whole set of genome containing all the coding and non-coding sequences, and later assigning different regions in the sequences with the functions. ESTS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്രസ്ഡ് സീക്വൻഷ്യൽ ടാഗ്സ് എന്നാണ്. RNAകൾ ആയി ആവിഷ്കരിക്കപ്പെടുന്ന എല്ലാ ജീനുകളെയും തിരിച്ചറിയുന്ന ഒരു രീതിയാണ് ഇത്. സീക്വൻസ് അനോട്ടേഷൻ അഥവാ ക്രമാനുക്രമ വ്യാഖ്യാനം ഒരു ജീനോമിലെ മുഴുവൻ സംജ്ഞകളെയും ശ്രേണികളെയും അനുക്രമീകരിക്കുകയും തുടർന്ന് ശ്രേണിയിലെ വിവിധ ഭാഗങ്ങൾക്ക് അവയുടെ ധർമ്മം ചുമത്തിക്കൊടുക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് സീക്വൻസ് അനോട്ടേഷൻ അഥവാ ക്രമാനുക്രമ വ്യാഖ്യാനം. ദ സ്റ്റെപ്സ് ഓഫ് സീക്വൻസിംഗ്. There are 6 steps of sequencing in Human Genome Project. 1. Isolation of the whole DNA from a cell. 2. Converted it into random fragments or small pieces. 3. Amplification. It is the amplification of these small fragments of DNA. These fragments cloned into suitable hosts like bacteria and yeast using vectors BAC and YAC respectively. BAC means bacterial artificial chromosome, YAC means yeast artificial chromosome. These are specially designed cloning vectors for Human Genome Project. We already studied about cloning vector like PBR322 and TI plasmid, which are commonly used in biotechnology. BAC and YAC are also similar to PBR322 and TI plasmid, but the main difference is PBR322 and TI plasmid can carry very small DNA fragments or gene of interest less than 10 kb.
But BAC and YAC are specially designed cloning vectors for Human Genome Project. So we can clone comparatively larger DNA fragments of 100 kb to 300 kb to this cloning vector, which is 10 to 30 times larger compared to DNA fragments cloned to PBR 322. 4. These amplified fragments are sequenced using automated DNA sequencers by the principle of Frederick Sanger. This is called the Frederick Sanger method of sequencing. Sequences are arranged based on the overlapping regions, and using computers, these sequences are aligned. അതായത് അനുക്രമീകരണത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് നമുക്കിനി പഠിക്കാം. 1. കോശത്തിൽ നിന്നും മുഴുവൻ DNA വേർതിരിച്ചെടുക്കുന്നു. 2. അവയെ ചെറിയ വലിപ്പമുള്ള ക്രമമല്ലാത്ത ശ്രേണികളാക്കി മാറ്റുന്നു. ചെറിയ വലിപ്പമെന്ന് പറയുമ്പോൾ 100 kb മുതൽ 300 kb വരെ വലിപ്പമുള്ള DNA ഫ്രാഗ്മെൻറ്റുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇവയുടെ ക്യാരിയിങ് കപ്പാസിറ്റി സാധാരണ സ്മോൾ ഫ്രാഗ്മെൻറ്റുകളേക്കാൾ കൂടുതലായിരിക്കും. 3. എണ്ണം വർദ്ധിപ്പിക്കൽ അഥവാ ആംപ്ലിഫിക്കേഷൻ. ഈ ചെറിയ ഖണ്ഡങ്ങളെ പ്രത്യേക വാഹകരായ അല്ലെങ്കിൽ വെക്ടേഴ്സിനെ ഉപയോഗിച്ച് ഉചിതമായ ഹോസ്റ്റിൽ ക്ലോൺ ചെയ്യുന്നു. പൊതുവായി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ഉപയോഗിക്കുന്ന വെക്ടേഴ്സാണ് ബാക്ടീരിയയും ഈസ്റ്റും. ഇവയുടെ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആയ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം BAC ആൻഡ് YAC എന്നിവയാണ് യഥാക്രമം ക്ലോണിംഗ് വെക്ടേഴ്സായി ഉപയോഗിക്കുന്നത്. ഈ ക്ലോണിംഗ് വെക്ടേഴ്സ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. കാരണം ഇവയിലേക്ക് നമുക്ക് വലിയ DNA ഫ്രാഗ്മെൻറ്റുകളെ, അതായത് 100 kb മുതൽ 300 kb വരെ സൈസ് വരുന്ന കൂടുതൽ ജീനുകളെ ക്യാരി ചെയ്യുന്ന DNAകളെ നമുക്ക് ക്ലോൺ ചെയ്യാനും അവയുടെ ആംപ്ലിഫിക്കേഷൻ നടത്താനും സാധിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ബയോടെക്നോളജിയിൽ പഠിച്ച PBR 322, TI പ്ലാസ്മിഡ് ഇവയെപ്പോലുള്ള ക്ലോണിംഗ് വെക്ടേഴ്സ് തന്നെയാണ്. പക്ഷേ ഇത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് വേണ്ടി മോഡിഫൈ ചെയ്തതാണ്. BACയും YACയും ഇവയ്ക്ക് കൂടുതൽ ക്യാരിയിങ് കപ്പാസിറ്റിയുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ ക്ലോൺ ചെയ്യാനായി പറ്റുന്നു. 4. ഫ്രെഡറിക് സാഞ്ചർ ആവിഷ്കരിച്ച ഓട്ടോമേറ്റഡ് DNA സീക്വൻസിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ ഖണ്ഡങ്ങളെ സീക്വൻസ് ചെയ്യുന്നു. ഇങ്ങനെ ലഭിക്കുന്ന DNA ശ്രേണികളെ ചിട്ടപ്പെടുത്തിയെടുക്കാനാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ആ ചിത്രം ശ്രദ്ധിക്കുക. സീക്വൻസിങ്ങിൻ്റെ വിതര സ്റ്റെപ്പുകളെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ സേലിയൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. 1. ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് 3164.7 million nucleotide bases. The total number of genes is about 30,000. The largest known human gene is dystrophin that contains 2.4 million bases. Very large portion of human genome is made of repeated sequences. They shed light on chromosome structure, dynamics and evolution. SNPs or single nucleotide polymorphism or SNPs. These are locations on DNA which show single base pair differences. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലെ DNA സീക്വൻസിങ്ങിലൂടെയാണ് ഹ്യൂമൻ ജീനോമിലെ ജീനുകളുടെ ഈ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ഒരു ആധികാരിക അറിവ് ഉണ്ടായത്. DNA fingerprinting. DNA fingerprinting is a very quick way to compare DNA sequences of any two individuals. DNA fingerprinting was developed by Alex Jeffreys in 1985. DNA fingerprinting is based on the following properties of DNA. The repetitive sequence. These are non-coding sequences in DNA. These non-coding repetitive DNA can be separated from genomic DNA through density gradient centrifugation. The bulk DNA form a major peak and the small peaks are called satellite DNA. Satellite DNA is classified as microsatellite, which contain AT-rich regions, and mini-satellites that contain GC-rich regions. So based on AT-rich and GC-rich regions, satellite is classified into micro and mini satellites respectively. These sequences normally do not code any proteins, but they form large portion of human genome.
These sequences show high degree of polymorphisms called DNA polymorphisms, and these DNA polymorphisms forms the basis of DNA fingerprinting. Variable number of tandem repeats or VNTRs. It belongs to satellite DNA referred to as mini satellite. DNAയിലെ ചില പ്രത്യേക ഭാഗങ്ങൾ ആവർത്തന സീക്വൻസുകൾ ആയി കാണുന്നു. ഇവ നോൺ കോഡിംഗ് ആണ്. നോൺ കോഡിംഗ് ആയ ഈ ആവർത്തന DNAകളെ ജീനോമിക് DNAയിൽ നിന്നും ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷനിലൂടെ വേർതിരിച്ച് DNA ഫിംഗർപ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന DNAയുടെ ഏറിയ പങ്കും ജീനോമിക് DNAയും ഒരു ചെറിയ ഭാഗം ഉപഗ്രഹ DNA അഥവാ സാറ്റലൈറ്റ് DNAകളുമാണ്. ഇതിൽ AT റിച്ചായ മൈക്രോ സാറ്റലൈറ്റും GC റിച്ചായ മിനി സാറ്റലൈറ്റും കാണുന്നു. ഇവ പ്രോട്ടീൻ സിന്തസിസ് അഥവാ തർജ്ജിമയിൽ ഒരു പങ്കും വഹിക്കുന്നില്ല. ഇവ മനുഷ്യജീനിൻ്റെ വലിയ ഭാഗമായി നിലകൊള്ളുന്നു. ഈ DNA ശ്രേണികളുടെ ബഹുരൂപത്വമാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഈ DNA പോളിമോർഫിസമാണ് DNA ഫിംഗർപ്രിൻറ്റിങ്ങിൻ്റെ അടിസ്ഥാനം. ഒരു സാറ്റലൈറ്റ് DNAയുടെ ഭാഗമായ മിനി സാറ്റലൈറ്റ് വിഭാഗത്തിൽപ്പെടുന്നതാണ് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് അഥവാ VNTRs. VNTR പ്രോബ് ഉപയോഗിച്ചാണ് DNA ഫിംഗർപ്രിൻറ്റിംഗ് നടത്തുന്നത്. The steps of DNA fingerprinting. Mechanism. The mechanism used in DNA fingerprinting is southern blot hybridization using radio-labeled VNTR probe. The major steps are 1. Isolation of DNA. We can isolate DNA from any cells or blood stain, semen, saliva, hair root, bone, skin, etc. 2. Digestion of DNA by restriction endonuclease. 3. Separation of DNA fragments by gel electrophoresis. 4. Southern blotting. It is a mechanism of transferring or blotting DNA fragments to synthetic membranes like nitrocellulose or nylon. 5. Hybridization using radioactive labeled VNTR probe. 6. Detection of hybridized DNA by autoradiography. The autoradiogram gives an image in the form of dark light bands. It is called DNA fingerprint. അതായത് ഒരു DNA ഫിംഗർപ്രിൻ്റ് ടെക്നിക്കിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. VNTR പ്രോബ് ഉപയോഗിച്ചുകൊണ്ടുള്ള സതേൺ ബ്ലോട്ട് സങ്കലന സാങ്കേതികവിദ്യയാൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് DNA ഫിംഗർപ്രിൻറ്റിംഗ്. ഇതിൻ്റെ പ്രധാന ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1. DNA വേർതിരിക്കൽ. ക്രൈം സീനിൽ നിന്നും ലഭ്യമായ കോശങ്ങളിൽ നിന്നും ബ്ലഡ് സ്റ്റെയിൻ, സെമൻ, സലൈവ, ഹെയർ റൂട്ട്, ബോൺ, സ്കിൻ ഇവയിൽ നിന്ന് നമുക്ക് DNA ഐസൊലേറ്റ് ചെയ്ത് എടുക്കാം. 2. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് ഈ DNAകളെ മുറിച്ച് ഫ്രാഗ്മെൻറ്റ്സ് ആക്കുന്നു. 3. ഇലക്ട്രോഫോറോസിസ് ഉപയോഗിച്ച് ഈ DNA ഖണ്ഡങ്ങളെ വേർതിരിച്ചെടുക്കുന്നു. 4. വേർതിരിച്ചെടുക്കുന്ന ഖണ്ഡങ്ങളെ കൃത്രിമ സ്തരങ്ങളായ നൈട്രോസെല്ലുലോസ് അല്ലെങ്കിൽ നൈലോൺ ഉപയോഗിച്ച് ഒപ്പിയെടുക്കുന്നു. ഇതാണ് സതേൺ പ്ലോട്ടിംഗ് ടെക്നിക്ക്. 5. റേഡിയോ ആക്റ്റീവായ VNTR പ്രോബുകളെ ഉപയോഗിച്ചുകൊണ്ട് സങ്കലനം ചെയ്യുന്നു. ഓട്ടോ റേഡിയോഗ്രാഫി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ ഉണ്ടായ സങ്കര DNAയുടെ തിരിച്ചറിയൽ നടത്തുന്നു. ആ ചിത്രം പരിശോധിക്കുക. സസ്പെക്റ്റ് ആയ 2 വ്യക്തികളുടെ DNA സാമ്പിൾസാണ് A ആൻഡ് B. ക്രൈം സ്ഥലത്ത് നിന്ന് കിട്ടിയ സാമ്പിളിലെ DNA ആണ് C. ഈ സാമ്പിളുകളെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് വിധേയമാക്കുന്നു. തുടർന്ന് സാമ്പിൾ A DNA ഫിംഗർ പ്രിൻറ്റിനെ സാമ്പിൾ C DNA ഫിംഗർ പ്രിൻറ്റുമായി താരതമ്യം ചെയ്യുന്നു. അതുപോലെ സാമ്പിൾ B DNA ഫിംഗർ പ്രിൻറ്റിനെ സാമ്പിൾ C DNA ഫിംഗർ പ്രിൻറ്റുമായി താരതമ്യം ചെയ്യുന്നു. ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNA Cയുടെ ഫിംഗർ പ്രിൻറ്റ് സസ്പെക്റ്റായ DNA Bയുടെ ഫിംഗർ പ്രിൻറ്റുമായി മാച്ച് ചെയ്യുന്നതായി കാണാം. DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ സംവേദനക്ഷമത വർദ്ധിപ്പിക്കാനായി PCR ഉപയോഗിക്കുന്നു. PCRൻ്റെ സഹായത്താൽ ഒരു സാമ്പിളിൽ നിന്നും എത്ര കുറഞ്ഞ അളവിൽ DNA കിട്ടിയാലും അതിനെ ആംപ്ലിഫൈ ചെയ്ത്
DNA fingerprinting നടത്താം. The sensitivity of the technique can be increased by use of polymerase chain reaction or PCR. So, insufficient amount of DNA or DNA from a single cell is enough for DNA fingerprinting. This small amount of DNA can be amplified through polymerase chain reaction or PCR. So, PCR increases the sensitivity of DNA fingerprinting. ഇതോടുകൂടി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ചാപ്റ്റർ അവസാനിക്കുന്നു. ഈ ക്ലാസ് മുഴുവൻ കേട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.